നമസ്കാരം. അഗ്നിക്കിരയാക്കി ഇറാനികളെ. യുദ്ധം അവസാനിച്ചു. ഇറാന്റെ ഉള്ളിൽ കനലെരിയുന്നുണ്ട്. കരാർ ഒപ്പിടാൻ ട്രംപ്. പശ്ചിമേഷ്യയിൽ യുദ്ധമൊഴിയുമോ? വീണ്ടും മിഡിൽ ഈസ്റ്റിൽ നല്ല കാലം എത്തുമോ? ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് ഇറാൻ പറയുന്നത് യാഥാർത്ഥ്യമാകുമോ? സത്യത്തിൽ യുദ്ധം അവസാനിച്ചു. ഇറാനികളെ ചുട്ടരിച്ചത് അവർ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമാധാന കരാർ ഒപ്പിടാൻ ട്രംപ് ധൃതി കൂട്ടുമ്പോൾ ഇറാന്റെ ഉള്ളിൽ എരിയുന്ന കനൽ അവർ മറക്കില്ല. കനൽ ആ ഒരു തരി മാത്രം മതി വീണ്ടും ചെങ്കടൽ രക്തപങ്കിലമാകാൻ. പശ്ചിമേഷ്യയിൽ മാസങ്ങളായി നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യത്തിന് അറുതി വരുത്തിക്കൊണ്ട് അമേരിക്കയുമായിട്ടുള്ള സമാധാന കരാർ ഉടൻ യാഥാർത്ഥ്യമാകുമെന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. കരാർ ഒപ്പുവെക്കുന്നതോടെ ലോകത്തെ പ്രധാന കപ്പൽപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറന്നു കൊടുക്കുമെന്ന് ഇറാന്റെ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അറഖാച്ചി വ്യക്തമാക്കുന്നു. ഇറാനുമേലുള്ള നാവിക ഉപരോധം അമേരിക്ക പിൻവലിക്കുമെന്ന് കരാറിലെ പ്രധാന ഒരു ധാരണ എന്ന് പറയപ്പെടുന്നത്. എന്നാൽ ഇറാന്റെ ആണവ പദ്ധതികളെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ അടുത്ത ഘട്ടത്തിൽ മാത്രമേ ഉണ്ടാകൂ എന്നുകൂടി അറിയിക്കുന്നുണ്ട്. ചർച്ചകളുടെയും കരാറിന്റെയും ചില സുപ്രധാന വിശദാംശങ്ങൾ അമേരിക്കൻ ഉദ്യോഗസ്ഥരും ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ ഇറാൻ തങ്ങളുടെ വാഗ്ദാനങ്ങൾ പൂർണ്ണമായിട്ട് പാലിച്ചാൽ മാത്രമേ സാമ്പത്തികമായിട്ടുള്ള ഉപരോധങ്ങൾ നീക്കുന്നത് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ലഭ്യമാക്കൂ എന്നാണ് അമേരിക്കൻ ഭരണകൂടത്തിന്റെ നിലപാട് പോലും. പരസ്പര വിശ്വാസത്തെക്കാൾ ഇരു രാജ്യങ്ങളുമായിട്ടും കരാറിലെ വ്യവസ്ഥകൾ എത്രത്തോളം പ്രായോഗികമായി നടപ്പാക്കുന്നു എന്നതിനെ ആശ്രയിച്ചായിരിക്കും വരും ദിവസങ്ങളിലെ നയതന്ത്ര നീക്കങ്ങൾ എന്ന് പറയപ്പെടുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-ന് ഇറാന് നേരെ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായിട്ട് നടത്തിയ ശക്തമായ ആക്രമണത്തോടു കൂടിയായിരുന്നു മേഖലയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് തിരിച്ചടിയായിട്ട് ഗൾഫ് രാജ്യങ്ങളിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ ഇറാൻ പരമ്പരയായി മിസൈൽ ആക്രമണം നടത്തുകയും ലോകത്തിന്റെ പ്രധാന ഇന്ധനപാതയായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിയാണ് രൂപപ്പെട്ടത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. മേഖലയിലെ കടുത്ത സംഘർഷം ലഘൂകരിക്കുന്നതിനായിട്ട് കഴിഞ്ഞ ഏപ്രിൽ ഇരു വിഭാഗവും വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. എങ്കിലും അമേരിക്കയും ഇറാനും തമ്മിൽ ഇടവിട്ടുള്ള ആക്രമണങ്ങൾ തുടരുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. ഈ ആഴ്ചയും ഇരുപക്ഷവും പരസ്പരം ശക്തമായിട്ടുള്ള രീതിയിൽ തിരിച്ചടികൾ നടത്തിയിരുന്നു എന്നുള്ളത് കണ്ട കാഴ്ചയാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യുദ്ധത്തിന് അറുതി വരുത്തുവാൻ പോകുന്ന തരത്തിലുള്ള നിർണായകമായിട്ടുള്ള സമാധാന ഉടമ്പടിയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത് എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യവും. കഴിഞ്ഞ ദിവസം ഇറാനിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളിലേക്ക് നടത്താനിരുന്ന വൻ വ്യോമാക്രമണം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവസാന നിമിഷം റദ്ദാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇരു രാജ്യങ്ങളും തമ്മിൽ ഉന്നത തലത്തിൽ മികച്ചൊരു ധാരണയിൽ എത്തിയതിനാലാണ് ആക്രമണത്തിൽ നിന്നും ബോംബിങ്ങിൽ നിന്നുമൊക്കെ പിന്തിരിഞ്ഞതെന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴും ചില ചിന്തകൾ, ചില ചോദ്യങ്ങൾ ബാക്കിയാകുന്നുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി നടപ്പിലാകുമോ? ഇറാൻ സ്വീകരിക്കാൻ പോകുന്ന നടപടികൾ കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ? ട്രംപിന് ഈ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തുന്നുണ്ടോ? ഇങ്ങനെയൊക്കെ പല ചോദ്യങ്ങളുമുണ്ട്. ഇവിടെ ഇപ്പോൾ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും അവർ ഈ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചരിത്രപരമായിട്ടുള്ള ധാരണാപത്രം തയ്യാറായിട്ട് ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. കരാർ പ്രാബല്യത്തിൽ വരുന്നതോടുകൂടി ലോകത്തെ 20% എണ്ണയും പ്രകൃതിവാതകവും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അന്താരാഷ്ട്ര കപ്പലുകൾക്കായിട്ട് തുറന്നു നൽകുമെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിന് പകരമായിട്ട് ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന കടുത്ത നാവിക ഉപരോധം ഉടനടി പിൻവലിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്നത് ആഗോള എണ്ണ വിപണിക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. സാമ്പത്തിക ഉപരോധമടക്കം നീങ്ങുമ്പോൾ ഒരു സാമ്പത്തിക അടിത്തറ ഇറാന് തന്നെ ലഭിക്കുമെന്നാണ് ഇതിലൂടെ മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതൊക്കെ നടക്കുമോ? ഇതൊക്കെ സാധ്യമാകുമോ എന്നുള്ളത് ചോദ്യങ്ങളായി അവശേഷിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ആണവ തർക്കങ്ങൾ പരിഹരിക്കുവാൻ 60 ദിവസത്തെ സമയം അനുവദിക്കുവാനാണ് പുതിയ തീരുമാനം എത്തിയിരിക്കുന്നത്. അതായത് ആണവ ബോംബ് നിർമ്മാണത്തിന് ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഇറാന്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നത് സംബന്ധിച്ച് അടുത്ത 60 ദിവസത്തിനുള്ളിൽ ഇരു രാജ്യങ്ങളും വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തും. ഈ യുറേനിയം ശേഖരം അന്താരാഷ്ട്ര നിരീക്ഷണത്തിൽ നശിപ്പിച്ചു കളയുവാനാണ് ധാരണയായിരിക്കുന്നത്. അപ്പോൾ ഇറാൻ മുൻകൂറായിട്ട് വലിയ തുകയോ സാമ്പത്തിക പാക്കേജുകളോ ഒന്നും തന്നെ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് സൂചന. അപ്പോൾ സമാധാന കരാറിലെ കടുത്ത വ്യവസ്ഥകൾ ഇറാൻ കൃത്യമായിട്ട് നടപ്പാക്കുന്നതിനനുസരിച്ച് മാത്രമേ നിലവിലുള്ള സാമ്പത്തിക ഉപരോധങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് നീക്കൂ എന്ന് US ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. ഇറാന്റെ സാമ്പത്തിക പുനഃസംഘടന പരിശോധനകൾക്ക് വിധേയമായിട്ടായിരിക്കും നടക്കുക എന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. മേഖലയിലെ സമാധാനത്തിന് ഇറാൻ ചില തന്ത്രപ്രധാനമായിട്ടുള്ള വിട്ടുവീഴ്ചകൾക്ക് തയ്യാറായിട്ടുണ്ട്. ലെബനനിലെ ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള മിഡിൽ ഈസ്റ്റിലെ സായുധ ഗ്രൂപ്പുകൾക്ക് ഇറാൻ നൽകി വരുന്ന ധനസഹായവും ആയുധ പിന്തുണയും പൂർണ്ണമായിട്ടും നിർണായകമായി നിലനിർത്തണം, അല്ലെങ്കിൽ അത് നിർത്തലാക്കണം എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രധാന വ്യവസ്ഥ എന്ന് പറയപ്പെടുന്നത്. മാത്രമല്ല ഈ പ്രാദേശിക പ്രോക്സി യുദ്ധങ്ങൾ അത് അവസാനിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ തീരുമാനം കാരണമാകുമെന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ യാഥാർത്ഥ്യത്തിലേക്ക് എത്തുമെന്ന സംശയം ബാക്കിയാകുന്നുണ്ട്. ഇവിടെ സമാധാന കരാറിന്റെ വ്യവസ്ഥകളിൽ ഇറാന്റെ പരമോന്നത സുരക്ഷാ സമിതിയിൽ നിലവിൽ അനുകൂലവും പ്രതികൂലവുമായിട്ടുള്ള വലിയ അഭിപ്രായങ്ങൾ ഉണ്ട് എന്ന്
വിദേശകാര്യ മന്ത്രി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സുരക്ഷാ സമിതിയുടെ അന്തിമ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ കരാർ ഔദ്യോഗികമായിട്ട് ഒപ്പുവെക്കുമെന്നും വരും ദിവസങ്ങളിൽ തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അതേസമയം ലബനനിലെ ഹിസ്ബുള്ളക്കെതിരെയുള്ള തങ്ങളുടെ സൈനിക നീക്കങ്ങളിൽ നിന്ന് ഒരു കാരണവശാലും പിന്നോട്ടില്ല എന്നുള്ള കർശന നിലപാടിലാണ് ഇസ്രായേൽ. അപ്പോൾ പിന്നെ എങ്ങനെ യുദ്ധം അവസാനിക്കും? അവിടെയാണ് അപ്പോഴും ലോകം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധം ഒഴിയുമോ? വീണ്ടും മിഡിൽ ഈസ്റ്റിൽ നല്ല കാലം എത്തുമോ? ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറക്കുമെന്ന് ഇറാൻ പറയുന്നത് നടക്കുമോ? സത്യത്തിൽ യുദ്ധം അവസാനിക്കുമോ? ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഇറാനികളെ ചുട്ടരിച്ചത് അവർ മറക്കുമെന്ന് തോന്നുന്നുണ്ടോ? സമാധാന കരാർ ഒപ്പിടാൻ ട്രംപ് ധൃതി കൂട്ടുമ്പോൾ ഇറാന്റെ ഉള്ളിലെരിയുന്ന കനൽ അവർ ഒരിക്കലും മറക്കില്ല. അത് ആയത്തുള്ള അലി ഖമേനിയുടെ വധമടക്കം. അപ്പോൾ ആ കനൽ, ആ ഒരു തരി മതി വീണ്ടും ചെങ്കടൽ രക്തപങ്കിലമാകാൻ.